സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഭാരത് ഭവനിൽ വെച്ച് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഒരു അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചു. അത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഇപ്പോൾ ഹൈനസ് പത്മശ്രീ അവാർഡ് കിട്ടിയതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു വേദിയും കൂടെ ആയിരുന്നു. ആ വേദിയിൽ വെച്ച് തന്നെ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ പറ്റി. ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരു 25 വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിൽ പ്രത്യേകിച്ച് ഈ കർമ്മം ചെയ്യാൻ നമ്മളൊക്കെ ഒരു നിമിത്തം മാത്രമാണ് ആവുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പുരസ്കാരങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ സുവർണ്ണ നിമിഷത്തിൽ ആ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഹിന്ദു ധർമ്മ പരിഷത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഞാനിതിൻ്റെ എല്ലാമായിട്ടുള്ള ഗോപാൽജിക്കും നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. ചന്ദ്രൻ നായർ, ഹിന്ദു ധർമ്മ പരിഷത്ത് വിശ്വവിഭാഗം ചെയർമാൻ, വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യപ്രഭാഷണം പി സുധാകർജിയാണ്. സഹർ ഭാരതി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം. ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ ശാന്തിനി സനീഷ്, ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ അധ്യക്ഷൻ എം ഗോപാൽ, അതിനായി പ്രാർത്ഥനയാണ്. ആരോഗ്യമെന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒ രാജഗോപാലി. ബ്രഹ്മശ്രീ അരവിന്ദ് ഭാസ്കർ, പ്രശസ്ത കലാകാരനും ക്ഷേത്ര പൂജാരിയുമാണ്. സ്വാഗതം. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ സെക്രട്ടറി ബഹുമാനായ എസ് ശ്രുതി. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്കൂടെ സന്നിഹിതരായ പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരിയാണ് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടി. തിരുവിതാംകൂർ രാജവംശത്തിൽ ജനിച്ചു മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെയും ലഫ്റ്റനന്റ് കേണൽ ഗോതർമ്മ രാജയുടെയും പുത്രിയായി ശ്രീ ഹിസ് ഹൈനസ് ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ അനന്തരവളുമാണ്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 1986 ജനുവരി 26 രാജകീയ ബഹുമതികളോടെ
150ഓളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. പി രാജവർമ്മ രാജയുടെ ശ്രീ ശബരിമല അയ്യപ്പ ചരിതം എന്ന കൃതി തമ്പുരാട്ടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. സാമൂഹിക സാംസ്കാരിക മേഖലകളിലും തമ്പുരാട്ടി സജീവമായി പ്രവർത്തിക്കുന്നു. 2024 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, രാജേട്ടന് ഒരു മുഖവരയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രാജേട്ടന് മുമ്പ് പലരും, കേരളീയരായ പലരും ക്യാബിനറ്റ് റാങ്കോടുകൂടി കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു രാജേട്ടൻ. അദ്ദേഹം റെയിൽവേയുടെ ചുമതല നോക്കുന്ന സമയത്ത് കേരളത്തിന് നിരവധി ട്രെയിനുകൾ നമുക്ക് അനുവദിക്കുകയുണ്ടായി. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോട് ഇതിനേക്കാൾ ഉപരി ഒരു കടപ്പാടുള്ളത്, ഞാൻ കെൽട്രോണിലെ ജീവനക്കാരനായിരുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒ രാജഗോപാലി. ബ്രഹ്മശ്രീ അരവിന്ദ് ഭാസ്കർ പ്രശസ്ത കലാകാരനും ക്ഷേത്ര പൂജാരിയുമാണ്. 300ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രസ്ഥാനമുണ്ട്. ക്ഷേത്ര പൂജാവിധികൾ അഭ്യസിപ്പിക്കുന്നു. ആധ്യാത്മിക പണ്ഡിതനും ഗവേഷകനുമാണ് ബ്രഹ്മശ്രീ അരവിന്ദ് ഭാസ്കർ. തമ്പുരാട്ടിയിൽ നിന്നും ആദരവേൽക്കുന്നു.